ഹായ്, എനിക്ക് ഇന്നത്തെ വർക്ക് വന്നിട്ട് ഒരു വെഡ്ഡിംഗ് ഷൂട്ടാണ് കേട്ടോ. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് കാരണം എന്റെ ഒരു ഫ്ലോപ്പായ വർക്കും കൂടെ ആണെന്നെങ്കിലും പറയാം. കാരണം ഇതിന്റെ സാരിയുടെ മെറ്റീരിയൽ നമുക്ക് വെഡ്ഡിങ്ങിൽ അത്ര പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. സോ അത് എനിക്ക് ജസ്റ്റ് ഫ്ലോപ്പായി എന്ന് തോന്നിയിട്ടുണ്ട്. വെഡ്ഡിംഗ് ഷൂട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു സാരി സെലക്ട് ചെയ്തത്. വലിയ റേറ്റ് ഒന്നും എടുക്കാത്തതും അതുകൊണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം ഇത് എനിക്ക് അറിയാവുന്ന ആളാണ്. കാരണം എന്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മോളാണ്. എന്റെ നീതിയായിട്ടൊക്കെ തന്നെ കാണുന്ന ആളാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും നോക്കത്തില്ല. സാരി ഡ്രിപ്പിംഗ് ചെയ്യുന്ന ഞാനാണ്. മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബി ബ്ലഷ് ബൈഹ എന്ന് പറയും. ആളുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇവളുടെ ഫ്രണ്ട് തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. ബി ബ്ലഷ് കൂടെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട് തന്നെ ആയിരുന്നു. ആൻഡ് ഈ സാരിയിൽ വരുന്ന സമയത്ത് സാരിയുടെ സൈഡ് പ്ലേറ്റ് നമുക്ക് അത്രയും നീറ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്ന സമയത്ത് അയൺ ചെയ്താലും വീണ്ടും അതിന്റെ വഴിക്ക് തന്നെയാണ് അത് പോകുന്നത്. നമ്മൾ വഴിക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ബട്ട് സെന്റർ പ്ലേറ്റ് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഒരു സാരി മാത്രമായിട്ടുള്ള സംഭവമാണ്. അല്ലാതെ നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് എടുക്കാം എന്നൊരു കൺസേൺ ഈ ഒരു സാരിനെ പറ്റിയിട്ട് ആർക്കും വേണ്ട. സാരി ഡ്രേപ്പിങ്ങിനൊപ്പം തന്നെ എനിക്ക് ഹെയർ സ്റ്റൈലിംഗ് കൂടെ ഉണ്ടായിരുന്നു. ഹെയർ പ്രപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബി ബ്ലഷ് തന്നെയായിരുന്നു കേട്ടോ. സോ ഹെയർ സ്റ്റൈലിംഗ് ഈ ഒരു ചെറിയൊരു ബ്രെയിഡിംഗ് ആണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം വേറെ സ്റ്റൈൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതത്ര ആളുടെ ഫേസിൽ സ്യൂട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ലാസ്റ്റ് ആണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതായിരുന്നു ഫൈനൽ ലുക്ക് വന്നിട്ട്. സാരിയുടെ കേസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഫൈനൽ ലുക്കും അടിപൊളിയായിരുന്നു.